യെസ്, സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ശ്രീ എൻ നീതി നമ്മോടൊപ്പമുണ്ട്. ശ്രീ നീതി ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ശ്രീ എം ജയചന്ദ്രനടക്കം നേരത്തെ പറഞ്ഞു വെച്ചത് ഒരു കാര്യമുണ്ട്. കേരളത്തിന് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടൊന്നും ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത്, അർഹമായ വിഹിതം ഏത് രീതിയിലാണോ നൽകിയിട്ടുള്ളത്, ആ രീതിയിലുള്ള ഒരു ലഭ്യത അല്ലെങ്കിൽ അർഹമായ ഒരു അംഗീകാരം കേരളത്തിനും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ശ്രീ BJP പ്രതിനിധി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയോ ലഭിച്ചിട്ടില്ല എന്നുള്ള ഘോരഘോരമായ പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലതും പല രീതിയിലും കേരളം ആവശ്യപ്പെട്ടിട്ടില്ല, അവതരിപ്പിക്കേണ്ട രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ആ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അതായത് ഇടത് സർക്കാരിൻ്റെ, അത് വലത് മുന്നണിയായി കഴിഞ്ഞാലും ഇടത് മുന്നണിയായി കഴിഞ്ഞാലും ഒരുമിച്ച് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് തമിഴ്നാട് രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ അനൈക്യമുണ്ടെങ്കിലും സംസ്ഥാനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ, അർഹമായ കാര്യങ്ങൾ, പരിഗണനകൾ അവർ ചോദിച്ചു വാങ്ങും. പക്ഷേ നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല കാണുന്നത്. അത്തരത്തിലുള്ള ഒരു പരിഗണന ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പരിഗണന ലഭിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ അതിന് ഉത്തരവാദി നമ്മൾ കൂടിയാണ്, നമ്മുടെ ഇവിടുത്തെ ഭരണകൂടം കൂടിയാകുകയാണ് അല്ലേ? നമ്മൾ പലരും സംസാരിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബഡ്ജറ്റ് 26-27 അവതരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ മേഖലകൾക്കും പ്രോഗ്രാമുകൾ പറയുന്നുണ്ട്, ചിലതിന് എമൗണ്ട് പറയുന്നുണ്ട്, ചിലതിന് ഔട്ട്ലേ പറയുന്നില്ല. ഉദാഹരണത്തിന് പിന്നെ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും, ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലും, MSME ആണെന്നുണ്ടെങ്കിലും, ടൂറിസം ആണെന്നുണ്ടെങ്കിലും, എഡ്യൂക്കേഷനിലാണെന്നുണ്ടെങ്കിലും വളരെയധികം പ്രോജക്റ്റുകൾ പറയുന്നുണ്ട്. ഈ പ്രോജക്റ്റിൽ എങ്ങും ഏത് സംസ്ഥാനത്താണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ആ പ്രോജക്റ്റുകൾ ഏതൊക്കെ കേരളത്തിന് പ്രയോജനം കിട്ടും എന്ന് വിലയിരുത്തിക്കൊണ്ട് വ്യക്തമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ സമർപ്പിച്ച് അതിൻ്റെ ഒരു വിഹിതം വാങ്ങാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് ഓഫ് കേരള തയ്യാറാക്കേണ്ടുന്നത്. അല്ലെങ്കിൽ അതിനുള്ളൊരു ഇച്ഛാശക്തി ഗവൺമെൻറ് ഓഫ് കേരള കാണിക്കണം. അല്ലാതെ ഞങ്ങളുടെ കാര്യം, കേരളത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഹെൽത്തിലൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊന്നും പറഞ്ഞിട്ടില്ല, അഗ്രികൾച്ചറിലൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പൊതുവായിട്ട് പറയുന്നതിന് പകരം പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകൾ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ളതിന് വ്യക്തമായ DPR തയ്യാറാക്കി അല്ലെങ്കിൽ പ്രോജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ വിഹിതം വാങ്ങുവാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെൻറ് ഓഫ് കേരള നടത്തേണ്ടുന്നത്. അതിപ്പോൾ ഇൻഡസ്ട്രി ആണെങ്കിലും അഗ്രികൾച്ചർ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ആരോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുണ്ട്, അത് മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനൊന്നും തന്നില്ല എന്ന് പറയുന്നത് ആരൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു സംസ്ഥാനം മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്. ഇപ്പം എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അതായത് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വേൾഡ് ബാങ്കിൻ്റെ 2365 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് കേര പ്രോജക്റ്റ് എന്നും പറഞ്ഞ് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഗ്യാരണ്ടി നിന്നിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അങ്ങനെ ഈ 2365 കോടി രൂപയുടെ പ്രോജക്റ്റ് കേരളത്തിലെ തെങ്ങ് കൃഷിയുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി തയ്യാറാക്കി വേൾഡ് ബാങ്കിൻ്റെ അംഗീകാരം മേടിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വീണ്ടും കേര വികസനത്തിന് പ്രോജക്റ്റ് വെക്കുന്നില്ല എന്ന് പറയുന്നതിൽ വളരെ യാതൊരു ന്യായീകരണവുമില്ല. കാരണം ഈ വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റ് തന്നെ 2365 കോടി രൂപയുടെ പ്രോജക്റ്റ് കേരളത്തിൻ്റെ കേര കൃഷിക്കാണെന്നുണ്ടെങ്കിലും അതിൻ്റെ 3-4 വിളകളുടെ കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം സമഗ്ര വികസനത്തിന് വേണ്ടി പ്രോജക്റ്റ് തയ്യാറാക്കി നടപ്പിലാക്കുകയാണ് വേണ്ടുന്നത്. അല്ല കേരളത്തിന് വിഹിതം കിട്ടിയില്ല എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു ഇവിടെ പ്രകടിപ്പിച്ച ഒരു സംശയം, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേരള ഗവൺമെൻറ്റിന് വിഹിതം കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച് കിട്ടിയില്ല, അല്ലെങ്കിൽ ചോദിച്ച് കിട്ടിയില്ല എന്നുള്ളൊരു രീതി വന്നിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമിക്കുന്ന ധനകാര്യ കമ്മീഷന് അതിനൊരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. ആ ടേംസ് ഓഫ് റെഫറൻസിനകത്ത് നിന്നുകൊണ്ടാണ് ധനകാര്യ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും വിദഗ്ധരുമായിട്ടും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കുന്നത്.
അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സമർപ്പിച്ചു. ആ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് 2.38%. അതായത് അവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഗവൺമെൻറ് പിരിക്കുന്ന വിഭവത്തിൻ്റെ അല്ലെങ്കിൽ നികുതി ഇനത്തിലുള്ള തുകയുടെ 41% ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങൾക്ക് കൈമാറുകയാണ്. അതിൻ്റെ ഡിവിസിബിൾ പൂൾ എന്ന് പറയും. ആ ഡിവിസിബിൾ പൂളിൽ വരുന്ന മൊത്തം തുകയുടെ 41% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയാണ്. അത് 15ാം ധനകാര്യ കമ്മീഷൻ അത് തന്നെയാണ് ചെയ്തത്. 41% കൊടുക്കുകയാണ് ചെയ്തത്. അതിനകത്ത് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിൻ്റെ വിഹിതമാണ് 2.38% കേരള ഗവൺമെൻറ് കിട്ടുന്നത്. നേരത്തെ കിട്ടിയിരുന്നത് 1.92%. ഏകദേശം 0.40% വർധനവ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് നല്ലൊരു തുക ഓരോ വർഷവും കിട്ടും. പിന്നെ 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും മനസ്സിലാക്കിക്കൊണ്ട് 15ാം ധനകാര്യ കമ്മീഷന് ഏകദേശം ആദ്യ 4 വർഷത്തേക്ക് 53,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് കേരളത്തിന് കൊടുത്തിരുന്നു. ആ റവന്യൂ ഡെഫിസിറ്റ് കൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കഴിഞ്ഞ 5 വർഷം പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. പക്ഷേ 16ാം ധനകാര്യ കമ്മീഷനിൽ അങ്ങനെ റവന്യൂ ഡെഫിസിറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പകരം റവന്യൂ ഗ്രാൻറ്റ് മാത്രമേ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. അവർ 16ാം ധനകാര്യ കമ്മീഷൻ പറയുന്നത് സംസ്ഥാനങ്ങളിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് പകരം അവർക്ക് ഗ്രാൻറ്റും മറ്റ് ആനുകൂല്യങ്ങളും കൊടുത്താൽ മതി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 2.38%. അതേപോലെ തന്നെ ഈ വായ്പയുടെ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം അവരുടെ റവന്യൂ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3% നിർത്തണം, വായ്പാ പരിധി 3% നിർത്തണമെന്നും പറയുന്നുണ്ട്. ഒരിക്കലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ല ധനകാര്യ കമ്മീഷൻ്റെ നിശ്ചയിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തിനും റെക്കമെൻഡ് ചെയ്യുന്ന തുകയുണ്ട്. ആ തുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാറ്റം വരുത്താതെ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ആരോ എനിക്കിത് ഞാൻ പേര് ഓർക്കുന്നില്ല, പറഞ്ഞത് യു പിക്ക് 17.52% കിട്ടി, മഹാരാഷ്ട്രയ്ക്ക് 10% കിട്ടി, ബീഹാറിന്. പക്ഷേ നമ്മൾ യു പിയെയും കേരളത്തെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം യു പിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 20 കോടിയിൽ കൂടുതൽ വരുന്നതാണ്. ഏരിയയിലും ജനസംഖ്യയിലും എല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം കേവലം ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 2% വരുന്ന കേരളത്തിന് വിഹിതം കുറച്ചു എന്ന് പറയുന്നതിൽ യാതൊരു ന്യായീകരണവും